അൽറാബി ടവറിൻ്റെ അവിടെ നിന്ന് കയറി ട്രെക്കിംഗ് പാത്ത് കറക്റ്റായിട്ട് ട്രെക്കിംഗ് പാത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സീക്രട്ട് ബീച്ച് അതുപോലെ തന്നെ ഒരു ബീച്ച് ഇത് അപ്പുറത്തും കൂടി ഉണ്ട്. ഇതിലേക്ക് രണ്ടിലേക്കും പോകാനുള്ളത് ഹൈക്കിങ് ചെയ്തേ പോകാൻ പറ്റുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ബോട്ടിൽ വരണം. ഹലോ ഫ്രണ്ട്സ്, ഡെസ്റ്റിനേഷൻ ഹണ്ടിങ്ങിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ട്രാവൽ വ്ളോഗിന് പകരം എൻ്റെ ഒരു ക്യാമറ റിവ്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പലരും ചോദിച്ചിട്ടുണ്ട് ഏത് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്, അണ്ടർ വാട്ടറിൽ ഏത് ക്യാമറ ആണ്, അതുപോലെ ഈ ഒരു വൈഡ് ആംഗിളൊക്കെ കിട്ടുന്ന ഏത് ക്യാമറ ആണെന്ന്. അപ്പോൾ അതിനെല്ലാം കൂടി ഒരു വീഡിയോ ചെയ്യാണ്. എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോസിലേക്ക് എടുക്കാം. അപ്പോൾ അതെ, ഈ ഒരു ക്യാമറ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് GoPro Hero 8 ലേറ്റസ്റ്റ് മോഡലാണ്. ഈ ഒരു ക്യാമറ വെച്ചാണ് നമ്മൾ എല്ലാ വീഡിയോസും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മൾ HD ക്വാളിറ്റിയോടാണ് എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കാണുമ്പോൾ ഒരു ചെറിയ ക്യാമറ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ കാര്യങ്ങൾ, അതായത് സംഭവം ക്യാമറ ആണ്. ഇതിൽ HD ക്വാളിറ്റി റെക്കോർഡിങ്, 4K റെക്കോർഡിങ് വരെ ഉണ്ട്. അതുപോലെ വൈഡ് ആംഗിള്, അണ്ടർ വാട്ടർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിസിക്കൽ പാർട്സുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു സൈഡിലായിട്ട് Hero 8 ബ്ലാക്ക് എന്നുണ്ടല്ലോ, അതൊരു സിമ്മലിന് താഴെയായിട്ടാണ് പവർ ബട്ടൺ എടുക്കുന്നത്. അതുപോലെ ഒരു കിക്ക് ഓപ്പറേഷന് വേണ്ടി ഒരു സ്വിച്ചും കൂടി ഉണ്ട്. ഒരു വീഡിയോ മോഡിൽ അല്ലെങ്കിൽ ഫോട്ടോ മോഡിൽ നമ്മൾ ഓഫായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വീഡിയോ റെക്കോർഡിങ് ചെയ്യും, അതുപോലെ ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് തുടങ്ങും. പിന്നെ ഇതിലുള്ളത് ഒരു ഫിംഗർ മൗണ്ടാണ്. ഈ Hero 8ൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ് ഫിംഗർ മൗണ്ട്. നമുക്ക് ട്രൈപോഡിൽ അതുപോലെ നമ്മൾ ഫിംഗർ വെച്ചൊന്ന് ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കാൻ വളരെ ഒരു ഉപയോഗമുള്ള സാധനമാണ് ഇത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പിന്നുള്ളത് ഒരു ലെൻസ് മൗണ്ട്. 12 മെഗാ പിക്സൽ ക്യാമറ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അവർ. പിന്നെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഒരു ഡിസ്പ്ലേ, ഒരു ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട്, നമ്മൾ ഡ്യൂറേഷന് അതുപോലെ ക്യാമറ ഓണായി അറിയാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ ചെറിയൊരു LED, അതുപോലെ ഒരു ബാക്കിലും ചെറിയൊരു LED ഉണ്ട്. വീഡിയോ ലോഡാകുന്ന സമയത്തൊക്കെ നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു 2 LED ഉണ്ട്. നമ്മളിത് ഈ GoPro ഓൺ ആയിട്ടുണ്ട്. ഈ ഓൺ ആകുമ്പോൾ നമുക്ക് കാണുന്നത് ഒരു 3 മോഡിലാണ്: ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, ടൈം ലാപ്സ് മോഡ്. ഈ ഒരു ക്യാമറ കൂടുതൽ യൂസ് ചെയ്യുന്നത് വ്ളോഗേഴ്സിനാണെന്ന് അറിയാലോ. അതായത് കാരണം എന്താ വെച്ചാൽ സ്റ്റെബിലൈസേഷൻ ഹൈ ആണ്, പിന്നെ അണ്ടർ വാട്ടർ, പിന്നെ ഒരു ചെറിയൊരു ക്യാമറ ആയതുകൊണ്ട് തന്നെ വൈഡ് യൂസിങ് ആണ്. ഒരു ഹെൽമെറ്റും വെക്കുന്നത്, അതുപോലെ റഫായിട്ട് യൂസ് ചെയ്യാം. ഒരു 126 ഗ്രാമേ ഇതിൻ്റെ ഒരു ഭാരമുള്ളൂ, വെയിറ്റ് ഉള്ളൂ. നമുക്ക് എങ്ങനെ ഇത് യൂസിങ് നമ്മൾ യാത്ര പോകുമ്പോൾ പോക്കറ്റിലിട്ട് കൊണ്ടുപോവുക. ചെറിയ മറ്റേ ഒരു SLR ക്യാമറ ബാഗ് വേണം, കാര്യങ്ങൾ വേണം, നമുക്ക് പോക്കറ്റിലിട്ട് കൊണ്ടുപോകാം. അപ്പോൾ അതിൻ്റെ കൊണ്ട് തന്നെ ഒരു ട്രാവലിംഗ് വീഡിയോക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം വീഡിയോ ആണ് നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് മെയിനായിട്ട് എടുക്കുക എന്നുള്ളത്. പിന്നെ ഉള്ളത് ഫോട്ടോ മോഡ്, ടൈം ലാപ്സ് മോഡ്. അപ്പോൾ നമ്മൾ ഈ റിവ്യൂടെ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ റിവ്യൂ അല്ല. ഒരു 5 മാസമായി ഞാൻ ഈ ഒരു ക്യാമറ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു 5 മാസത്തെ എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. 5 മാസം കൊണ്ട് നമ്മൾ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാം എന്നുള്ളൊരു ഉദ്ദേശമാണുള്ളത്. അപ്പോൾ മറ്റുള്ള റിവ്യൂ, ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ കൂടുതൽ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ആ റിവ്യൂയിലേക്കൊന്ന് പോയി നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു അണ്ടർ വാട്ടർ വീഡിയോസ് ഒന്ന് നോക്കാം, ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഈ ഒരു കിട്ടിയ ഉടനെ, അതായത് ഡിസംബർ 31-നാണ് നമുക്ക് ഈ ക്യാമറ കിട്ടുന്നത്. ഡിസംബർ 1-ന് തന്നെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അന്ന് തന്നെ നമ്മൾ അണ്ടർ വാട്ടർ വീഡിയോ പരിശീലിച്ചിട്ടുണ്ട്. യാതൊരു കവറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വേറെ ഉപയോഗിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് 30 ഫീറ്റോളം 10 മിനിറ്റ് നമുക്ക് ഈ വെള്ളത്തിൽ വെക്കാന്നുള്ളതാണ്. അവർ ഗ്യാരണ്ടി തന്നെ ക്യാമറ കിട്ടി വേറെ ഒരു പ്രിക്കോഷൻ ഒന്നും എടുക്കാതെ നേരെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ട്. അപ്പോൾ അതെ, നല്ലൊരു ക്രിസ്റ്റൽ വാട്ടർ, നല്ല ക്ലിയർ ഉള്ള വാട്ടറിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് ഔട്ട്പുട്ടായി ലഭിക്കും. അതല്ല, ഒരു ക്ലിയർ കുറഞ്ഞ വാട്ടറാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടല്ലോ, അത് ഒരു മണലൊക്കെ ഒരു കലങ്ങിയ ഒരു ബീച്ചിൽ നിന്നുള്ള അണ്ടർ വാട്ടർ വ്യൂ ആണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ടൈം റാപ്പ് എന്നൊരു ഓപ്ഷനാണ്. ടൈം റാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ടൈം ലാപ്സ് എടുക്കുന്ന ഒരു ടൈമിൽ തന്നെ അതിൻ്റെ റിയൽ സ്പീഡ് ഉണ്ടല്ലോ, അത് നമുക്ക് പെട്ടെന്ന് ചൂസ് ചെയ്യാം. മാനുവലി ചൂസ് ചെയ്യാം. അതുപോലെ ഓട്ടോമാറ്റിക് ഇത്ര സെക്കൻഡിൽ ആ ഒരു ഒറിജിനൽ സ്പീഡ് വരുന്നത് നമുക്ക് ചൂസ് ചെയ്ത് കണ്ടെടുക്കുന്ന വീഡിയോ ആണ് ടൈം റാപ്പ് ഉദ്ദേശിക്കുന്നത്. കണ്ടുവെക്കാം. അതെ, ഈ ഒരു വീഡിയോയിൽ പോകുന്നത് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ടൈം റാപ്പ് ഓൺ ആക്കിയിട്ട് പോകുന്നത്. മാനുവലായിട്ടാണ് ഞാനിത് ടൈം റാപ്പ് ഓണായി ചെയ്യുന്നത്. റിയൽ വ്യൂ കുറച്ച് ടൈം കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു സ്പീഡ് മോഡിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ അത് നമുക്ക് നോക്കാനുള്ളത് നൈറ്റ് മോഡാണ്. ലോ ലൈറ്റിൽ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു വീഡിയോസ് നമുക്ക് കണ്ടു നോക്കാം. ഒരു ലോ ലൈറ്റിൽ ഈ ഒരു ക്യാമറയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നമുക്ക് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നോക്കാനുള്ളത് സൂപ്പർ വ്യൂ. ഈ സൂപ്പർ വ്യൂവിൽ
ഒരു ലോ ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഫയർ വർക്കാണ് നടക്കുന്നത്. എന്നാലും ഈ ഒരു ഹീറോ 8 നൈറ്റിൽ വെച്ചുള്ളൊരു വീഡിയോ എത്രത്തോളം നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കും നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. HD ക്വാളിറ്റിയിൽ 180p 30/s ഫ്രെയിമിലാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് വീഡിയോ. നെക്സ്റ്റ് നോക്കുന്നത് വൈഡ് ആംഗിളാണ്. പിന്നെ അത് ലീനിയർ മോഡൽ. കാരണം ഒരു വൈഡ് ആംഗിൾ നിന്ന് മാറി ലീനിയർ നമ്മൾ ഫോണിലേക്ക് എടുക്കുമ്പോൾ ആ ഒരു രീതിയിലാണ് ലീനിയറിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഈ GoPro Hero 8ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞല്ലോ. ആക്ഷൻ ക്യാമറ ഏറ്റവും നമ്മൾ പ്രത്യേകം നോക്കുന്നത് സ്റ്റെബിലൈസേഷനാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ട്രാവലിങ് അതുപോലെ ഹൈക്കിങ് അങ്ങനെയുള്ള ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഒരു പോരായ്മ തോന്നുന്നത് നമ്മൾ ഒരു ക്യാമറ വെച്ച്, അതായത് ഒരു ക്യാമറ അല്ലെങ്കിൽ ഫോൺ വെച്ച് എടുക്കുന്നത് അതിൻ്റെ സ്റ്റെബിലൈസേഷൻ ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ജിംബൽ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അതൊന്നും വേണ്ട, ഒരു അഡീഷണൽ ഒരു എക്യുപ്മെൻ്റ് ഒന്നും ഇല്ലാതെ GoPro തന്നെ അടിപൊളി സ്റ്റെബിലൈസേഷൻ നമുക്ക് ഔട്ട്പുട്ട് തരുന്നത്. അതാണ് ഈ GoPro Hero 8ൽ HyperSmooth ബൂസ്റ്റ് എന്നൊരു ഓപ്ഷനും കൂടിയുണ്ട്. Hero 7 HyperSmooth ആയിരുന്നു, പക്ഷേ Hero 8 എത്തിയതോടെ HyperSmooth ബൂസ്റ്റ് 2.0 മാക്സിമം സ്റ്റെബിലൈസേഷൻ തരുന്നതാണ്. അത് നമ്മൾ എങ്ങനെ ഒരു ഷെയ്ക്ക് ചെയ്ത് വീഡിയോ എടുത്താൽ തന്നെ ആ ഒരു ഔട്ട്പുട്ടിൽ നമുക്ക് ഫീൽ ചെയ്യില്ല. ആ ഒരു HyperSmooth തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് 2-3 വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ഓഡിയോ ആണ്. അതായത് എക്സ്റ്റേണലായിട്ട് മൈക്ക് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായം. കാരണം ഞാൻ ഇതുവരെ ചെയ്ത വീഡിയോസിൽ ഒറ്റൊന്നിലും ഒരു എക്സ്റ്റേണൽ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ പറയാലോ ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ഒരു രക്ഷയില്ല. നമ്മൾ ഇത്ര ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ വേണ്ട, ഒരു ക്യാമറ കുറച്ച് ഡിസ്റ്റൻസിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഒരു വ്ളോഗ് ചെയ്യുകയാണെങ്കിലും ഒരു ഓഡിയോ അടിപൊളിയായിട്ട് ക്യാച്ച് ചെയ്യുന്ന ഒരു ക്യാമറയാണ് GoPro Hero 8. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിളായിട്ട് ഒരു വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അൾട്രാബി ടവറിൻ്റെ അവിടെ നിന്ന് കയറി ട്രെക്കിംഗ് പാത്ത്, കറക്റ്റായിട്ട് ട്രെക്കിംഗ് പാത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൂടെ ജസ്റ്റ് നടക്കാനുള്ളൂ. നമ്മൾ വേറെ വഴികൾ കണ്ടുപിടിച്ച് നടക്കുക അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ട്രെക്കിംഗ് റൂട്ടുണ്ട്. പിന്നെ നമുക്കുള്ള ക്യാമ്പിംഗ് ഒക്കെ അലൗഡാണ്. ഇപ്പോൾ ഞങ്ങൾ ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കയാക്കിങ് ഇത് ഏകദേശം 1 മണിക്കൂറോളം ഇവിടെ ചിലവഴിച്ചിട്ടുണ്ട്. 1 മണിക്കൂറോളം അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ട് അടിച്ച്. ഈ സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലായിട്ട് അടിപൊളി വീഡിയോസ് എടുക്കാം. നമ്മൾ ട്രൈപോഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓടി ഒരു വീഡിയോ ഒക്കെ എടുത്താലും നമുക്ക് ഔട്ട്പുട്ടിൽ തീരെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുപോലെ ഒരു ഉദാഹരണത്തിന് ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത്രയൊക്കെയാണ് ഒരു വീഡിയോയുടെ എക്സാമ്പിളായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കാതെ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളതൊക്കെ 180 അതുപോലെ 30 or 60 ഫ്രെയിം റേറ്റിലാണ്. ഇതിന് മാക്സിമം 4K ഉണ്ട്, 4K 2.4 അതുപോലെ പല ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ ഔട്ട്പുട്ട് ചെയ്യാം. ഞാനിതിൽ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് തന്നെ 180p ആണ്. അതിന് നമുക്ക് മാക്സിമം ക്ലിയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നു. ഇനി ഇതിൻ്റെ ഫോട്ടോ മോഡുകൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഫോട്ടോ ആ ഒരു ഇൻബിൾട്ടായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഇതിലുണ്ട്. ട്രയൽ, അതേമാതിരി ലൈവ് ബ്രസ്റ്റ് നൈറ്റ് മോഡ്. ഇനി ലൈവ് ബ്രസ്റ്റിനെ ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് ഷോട്ടുകളാണ്. ലൈവ് ബ്രസ്റ്റ് ആകുമ്പോൾ ഒരു വീഡിയോ മോഡൽ 90 ഷോട്ടുകളോട് അടങ്ങിയൊരു ഫോട്ടോ നമുക്ക് ഔട്ട്പുട്ടായി ലഭിക്കുക. ബ്രസ്റ്റ് എന്നുള്ളത് കണ്ടിന്യൂ ആയിട്ട് ഷോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 30 ഫോട്ടോസ് നമുക്ക് സെറ്റിങ്സിൽ മാറ്റം വരുന്നത്. അതുപോലെ ഒരു ഇൻപുട്ട് ചെയ്തിട്ടുണ്ടാവുക ഒരു 30 ഫോട്ടോ, ഒരു റൈഡിങ്, അതുപോലെ ഒരു കണ്ടിന്യൂസ് ഷോട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു 30 ഔട്ട്പുട്ടോളാം.
പിന്നെ നൈറ്റ് മോഡ്, ഏറ്റവും ലോ ലൈറ്റിൽ നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നൈറ്റ് മോഡ് ഉപയോഗിക്കാം. ഇനി ഇതിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാം. സ്റ്റാൻഡേർഡ് മോഡ്, നൈറ്റ് മോഡിൽ തന്നെ നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാം. പിന്നെ ഇതിലെ മറ്റൊരു പ്രത്യേകതയുടെ ഓപ്ഷൻ ഉള്ളത് 4 മോഡ്സ് ഫോട്ടോ എടുക്കാനുള്ളത്. അതായത് റോ, സ്റ്റാൻഡേർഡ്, HDR, സൂപ്പർ ഫോട്ടോ. ഈ റോ എന്നുകൊണ്ട് ഫോട്ടോ എടുത്താൽ ഈ ഒരു GoPro കളറിങ് ഒന്നും ചെയ്യില്ല. നമ്മൾ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലൊക്കെ ഇട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വൈഡ് കളറിങ് നമുക്ക് ചെയ്യാൻ കഴിയും. സ്റ്റാൻഡേർഡിൽ ആ ഒരു റിയൽ ഇമേജ് ഉണ്ടല്ലോ, ആ ഒരു ഇമേജ് നമുക്ക് കുറഞ്ഞൊരു സെറ്റിങ്സോട് വെച്ച് കളറിങ് ചെയ്ത് GoPro നമുക്ക് ഔട്ട്പുട്ട് ചെയ്തിരുന്നു. പിന്നുള്ളത് HDR ആണ്. അത് HDR ക്ലാരിറ്റിയോട് കൂടി തന്നെ ഒരു GoPro തന്നെ ഒരു എഡിറ്റ് ചെയ്തൊരു ഔട്ട്പുട്ട് വീഡിയോ മതി. പിന്നെ അതിൻ്റെ നമുക്കൊരു എഡിറ്റിങ്ങോ മറ്റൊന്നൊരു ആവശ്യമില്ല, അടിപൊളി ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഇതിലുള്ളത് സൂപ്പർ ഫോട്ടോ. ഒരു HDR കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് സൂപ്പർ ഫോട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോയിലുള്ളത് ലെൻസ് എന്ന് പറയുന്നത് വൈഡ്, ലീനിയർ, നാരോ, ഒരു 3 ലെൻസാണ് നമുക്ക് കിട്ടുന്നത്. ഈ സൂപ്പർ വ്യൂ എന്നുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ആ ഓപ്ഷൻ്റെ പകരം വൈഡാണ്. അതിന് തന്നെ ഒരു ഫുൾ വൈഡിൽ അതിന് ഔട്ട്പുട്ട് കിട്ടുക. പിന്നെ കുറച്ചും കൂടി അടുത്തേക്ക് വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് ലീനിയറിൽ യൂസ് ചെയ്യാം. അതിനും കൂടി കുറച്ചും കൂടി അടുത്തേക്ക് വരാണെങ്കിൽ നാരോ, അടുത്ത ഒബ്ജക്റ്റിലെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നാരോ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വൈഡ് ആംഗിൾ ഉള്ളതുകൊണ്ട് തന്നെ ക്രിയേറ്റിവിറ്റി ഫോട്ടോ ഉപയോഗിക്കുന്നവർക്ക്, ക്രിയേറ്റിവിറ്റി ആയിട്ട് ഫോട്ടോ ചെയ്യുന്നവർക്കൊക്കെ വളരെ ഉപയോഗമുള്ള ഒരു ക്യാമറ ആണ് നമ്മളെ ഈ GoPro Hero 8. കാരണം പലർക്കും പല ഐഡിയ ആയിരിക്കും. അപ്പോൾ ഈ വൈഡ് ആംഗിൾ അതുപോലെ അണ്ടർ വാട്ടറൊക്കെ ആകുമ്പോൾ പല ക്രിയേറ്റിവിറ്റി ഫോട്ടോകൾ നമുക്ക് ഈ ഒരു GoPro Hero 8 വെച്ച് എടുക്കാം. അപ്പോൾ അത് വളരെ ചെറിയ കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പല വീഡിയോസ് നിങ്ങൾ കണ്ടു, അൺബോക്സിങ് വീഡിയോസ് കണ്ടുള്ളൂ. അതിൽ വൈഡായിട്ട് എല്ലാ ഓപ്ഷനും കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സെറ്റിങ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കൂടുതലായിട്ട് ഞാൻ നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ ഏതായാലും ഇതിനെ കുറച്ച് കാര്യങ്ങൾ കൂടിയും പറയാനുണ്ട്. ഇതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ, ഇത് നമ്മളൊരു റെക്കോർഡ് ചെയ്താൽ എങ്ങനെയാണ് നമുക്ക് ഇതിന് മൂവ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളൊരു കൂടി പറയാം. ഇതിൽ ഉപയോഗിക്കുന്നത് SD കാർഡ്, മൈക്രോ SD കാർഡാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളൊരു SD കാർഡ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് SD കാർഡ് ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. SDXC, അത് എക്സ്ട്രീം മോഡലുള്ള SD കാർഡ് നമുക്ക് ഉപയോഗിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ലോ സ്പീഡ് SD കാർഡൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് കുറയുന്നത്, ഹീറ്റ് ആവാനുള്ള സാധ്യത, ബാറ്ററി ബാക്കപ്പ് കുറയാനുള്ള സാധ്യത അങ്ങനെയൊക്കെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒരു ഓവർകം ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത് സാൻഡിസ്കിൻ്റെ 256 GB എക്സ്ട്രീമിൻ്റെ മെമ്മറി കാർഡാണ്. അപ്പോൾ അതുപോലെ ഏറ്റവും ബെസ്റ്റ് മെമ്മറി കാർഡ് ചൂസ് ചെയ്യുക. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് വൈഫൈ, 2 ബ്ലൂടൂത്ത്. പിന്നെ സാധാരണ ഉപയോഗിക്കുന്ന പോലെ ഇതിൽ SD കാർഡ് റിമൂവ് ചെയ്ത് കണ്ട് ലാപ്പിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ വൈഫൈ ഉണ്ട്, നമ്മൾ GoProയുടെ ആപ്പ് ഉണ്ട്, ഒഫീഷ്യൽ ആപ്പ് ഉണ്ട് GoPro എന്ന ആപ്പ്, അത് പ്ലേ സ്റ്റോറിൽ ലഭിക്കും. ആ ആപ്പ് ഫോണുമായി കണക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് തന്നെ ഫോൺ വഴി നമുക്ക് മൂവ് ചെയ്യാം. പിന്നെ ഇതിൽ പറയാത്തൊരു കാര്യമുള്ളത്, ഫോൺ തന്നെ ആ GoPro ആയിട്ട് ആപ്പ് വഴി കണക്ട് ചെയ്താൽ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ആംഗിൾ എങ്ങനെയാണ്, അതുപോലെ ഫുള്ള് കൺട്രോളിങ് നമുക്ക് ഫോണിൽ ചെയ്യാൻ കഴിയും. ഒരു ക്യാമറ ഇവിടെ വെച്ചിട്ട് ക്യാമറ സ്റ്റാർട്ട് ചെയ്യാൻ, അതുപോലെ പൗസ് ചെയ്യാൻ, സ്റ്റോപ്പ് ചെയ്യാൻ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഫോണിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം ലൈവ് സ്ട്രീമാണ്. നമ്മൾ സോഷ്യൽ മീഡിയാസിലൊക്കെ ലൈവായിട്ട് ഈ ഒരു ക്യാമറ ഓൺ ആകുമ്പോൾ തന്നെ നമുക്ക് ഫോൺ വഴി കണക്ട് ചെയ്ത് ലൈവ് സ്ട്രീമിങ് ചെയ്യാം. ഫേസ്ബുക്ക് ലൈവ്, ഇൻസ്റ്റഗ്രാം ലൈവ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതൊരു ഓൺ ചെയ്യുന്നതിനനുസരിച്ച് തന്നെ അത് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ വേറെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് ഇതിൻ്റെ വോയിസ് കമാൻഡാണ്. അപ്പോൾ നമ്മൾ ട്രൈപോഡൊക്കെ വെച്ച് ഒരു സെൽഫി എടുക്കുക, അതല്ല ഒരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഡിസ്റ്റൻസിലായിരിക്കും ഒരു ക്യാമറ പോവുക. അപ്പോൾ നമുക്ക് ഓണാക്കാൻ അടുത്ത് കൊണ്ടുവന്ന് ഓണാക്കണം, അതുപോലെ വീഡിയോ ഓണാക്കണം, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് കമാൻഡ്സുകളുണ്ട്. അതിൽ ഒന്നാണ് GoPro ഓൺ, GoPro ക്യാപ്ചർ, അതുപോലെ GoPro ഓഫ്, അങ്ങനെ 14 കമാൻഡുകൾ. ഒരു ട്രൈപോഡ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ GoPro ഓൺ ആവുന്നു, GoPro ക്യാപ്ചർ, അതായത് ട്രൈപോഡ് പിന്നെ ക്യാമറ അടുത്ത് കൊണ്ടുവന്ന് ഓൺ ആക്കേണ്ട ഒരു ആവശ്യമില്ല. അത് നമുക്കൊരു നല്ലൊരു ഉപയോഗം തന്നെ നമുക്ക്. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഈ ക്യാമറ വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ഞാനിപ്പോൾ UAE-ലാണ്. നമ്മുടെ ഇന്ത്യയിലെക്കാട്ടി ഏറ്റവും റേഞ്ച് കുറച്ചുകൂടി കുറവ് വരുന്നത് UAE-ലാണെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അത് തന്നെ ആമസോൺ വഴി വാങ്ങുമ്പോൾ അതിലേറെ ക്യാഷ് കുറവ് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാരും വാങ്ങുന്നതിന് ആമസോൺ അതുപോലെ സൈറ്റുകളിൽ നിന്നാണ്. അപ്പോൾ ഇത് ഇറങ്ങിയിട്ട് തന്നെ ഒരു 6 മാസം 7 മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട്.
അന്നത്തെ ഒരു റേഞ്ചിനെ അപേക്ഷിച്ച് നല്ലൊരു പ്രൈസ് മാറ്റം വന്നിട്ട് തന്നെ ഉണ്ട്. എന്നിരുന്നാലും ഇന്ത്യയിൽ അത്രത്തോളം പ്രൈസ് മാറ്റം വന്നിട്ടില്ല എന്നാണ് സൈറ്റുകൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. UAE-ലൊക്കെ ഒരു നല്ല മാറ്റം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും GoProയുടെ ചെറിയൊരു വിവരമാണ് ഇത് നൽകിയിട്ടുള്ളത്. കൂടുതൽ ഇതിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാനുള്ള ഉദ്ദേശമായിരുന്നു. കൂടുതൽ ഇതിന് സെറ്റിങ്സോ കാര്യങ്ങളോ ഒന്നുമല്ല. അതിലുപരി ഇതിലെടുത്ത വീഡിയോസ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. കാരണം ഞാനൊരു GoPro എടുക്കുമ്പോൾ സെർച്ച് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും, അതാണ് ഞാൻ കൂടുതൽ സെർച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഷൂട്ട് ചെയ്ത കുറച്ച് ട്രാവൽ വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്യുക. അതല്ലാതെ എൻ്റെ ചാനൽ നോക്കിയാൽ കാണാം. ഒരു 10-12 വീഡിയോസ് ഉണ്ട്, ഇനിയും വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. കൂടുതൽ സപ്പോർട്ട് എനിക്ക് തരിക. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമറ റിവ്യൂ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു ട്രാവൽ വ്ളോഗുമായി പുതിയ ഡെസ്റ്റിനേഷൻ കവർ ചെയ്ത് വീണ്ടും നിങ്ങളെ മുമ്പിലേക്ക് വരാം. അതുവരെ ബൈ.